ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം അനേക ജന്മ സംപ്രാപ്ത കർമ്മേന്ദന വിദാഹിനേ ആത്മജ്ഞാനാഗ്നിദാനേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം അംബയോഗി മൃഗിതാം പരാഭിധാം ത്വാം വിഭിന്ന പരിണാമ സുന്ദരീം പുഷ്കലാർത്ഥ വിഭവാം ഉപാസ്മഹേ സ്ഫോടദർശിത വിചിത്ര വിഭ്രമാം. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 61 ഭാഗം. അവതരണം: ജന്തുഹിംസ ചെയ്യരുത്. തിരുവനന്തപുരത്ത് മണ്ണന്തല എന്നൊരു ദേശമുണ്ട്. അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കാലം. ക്ഷേത്രത്തിൽ ആടുമാടുകളെയും കോഴികളെയും ബലി അർപ്പിക്കുന്നതായിരുന്നു പ്രധാന നേർച്ച. മദ്യവും മാംസവുമായിരുന്നു മറ്റു നിവേദ്യ വസ്തുക്കൾ. അതിനാൽ അവിടുത്തെ അന്തരീക്ഷത്തിനാകെ മദ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും ചോരയുടെയും മനം മടുപ്പിക്കുന്ന ഒരു ഗന്ധമാണുണ്ടായിരുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ നാട്ടുകാരിൽ നിന്നും സഹായധനം സ്വരൂപിച്ച് പഴയ ആ ഭദ്രകാളി ക്ഷേത്രം പുതുക്കി പണിതു. മുഴുവനും തടികൊണ്ടുള്ള അടിച്ചുകൂട്ട് പണികളാകയാൽ 4 കൊല്ലത്തോളം വേണ്ടി വന്നു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുവാൻ. അവിടെ ഗുരുദേവനെ കൊണ്ട് പ്രതിഷ്ഠ നടത്തിക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. അതനുസരിച്ച് തെക്കേ വീട്ടിൽ ശങ്കു മുതലാളി, കുഞ്ഞികൃഷ്ണൻ വാദ്യാർ, വേങ്ങശ്ശേരിൽ വേലായുധൻ മുതൽ പേർ അരുവിപ്പുറത്തെത്തി ഗുരുദേവനെ കണ്ട് നമസ്കരിച്ച ശേഷം തങ്ങളുടെ ആഗ്രഹം അറിയിച്ചു. അങ്ങനെ 1889 മാർച്ച് 5 അഥവാ 1064 കുംഭം 22 പ്രതിഷ്ഠ നടത്തുവാൻ നിശ്ചയിച്ചു. ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുവാൻ എത്തുമെന്നറിഞ്ഞതോടെ നാനാദേശങ്ങളിൽ നിന്നുമുള്ള ധാരാളം ജനങ്ങൾ അന്ന് മണ്ണന്തല ക്ഷേത്രത്തിലെത്തി. പക്ഷേ ഭാരവാഹികൾ നിശ്ചയിച്ചുറപ്പിച്ചു വച്ചിരുന്ന പ്രതിഷ്ഠാ മുഹൂർത്തമായിട്ടും ഗുരുദേവൻ അവിടെ വന്നെത്തിയില്ല. കുറെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഗുരുദേവൻ പ്രത്യക്ഷപ്പെട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിപ്പോയി. അവിടെയുണ്ടായിരുന്ന ഭദ്രകാളിയുടെ പ്രതിഷ്ഠയ്ക്ക് പകരം പഞ്ചലോകത്തിൽ നിർമ്മിച്ച വിദ്യാദേവതയുടെ വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. ആ വിഗ്രഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം പ്രതിഷ്ഠ നടത്തുന്നതിനുള്ള അഷ്ടബന്ധം കൊണ്ടുവരാൻ ഗുരുദേവൻ കൽപ്പിച്ചു. അടുപ്പിൽ ഉരുകി തിളച്ചു കിടന്നിരുന്ന അഷ്ടബന്ധം പലർ ചേർന്ന് പാത്രത്തോടുകൂടി പിടിച്ച് ഒരുവിധം
പീഠത്തിനടുത്തെത്തിച്ചു. ഗുരുദേവൻ അതിൽ കൈയിട്ടപ്പോൾ അത് കണ്ടവർ വീർപ്പടക്കി ആശ്ചര്യപ്പെട്ടു നിന്നു. കാരണം ചുട്ടുപഴുത്ത ലോകത്തിൽ പിടിച്ചാലെന്ന പോലെ കൈ വെന്തു പോകുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ ഗുരുദേവൻ സാധാരണ പോലെ ആ അഷ്ടബന്ധം തൃക്കൈകളാൽ കോരിയെടുത്ത് പീഠത്തിൽ തേച്ചു പിടിപ്പിച്ചു. എന്നിട്ട് വിഗ്രഹത്തിൽ സ്പർശിച്ചു കുറച്ചു നേരത്തേക്ക് ധ്യാനത്തിൽ മുഴുകി നിന്നു. അതിനുശേഷം വിഗ്രഹ പ്രതിഷ്ഠ നിർവഹിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് വന്ന ഗുരുദേവനെ അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾ കുമ്പിട്ട് വണങ്ങി. അവരെ നോക്കി ചെറിയ ഒരു മന്ദഹാസത്തോടെ ഗുരുദേവൻ ആജ്ഞാപിച്ചു, മേലിൽ ജന്തുഹിംസ ചെയ്യരുത്, നിത്യപൂജ നടത്തണം. ഗുരുദേവൻ തന്നെ ക്ഷേത്രത്തിനും ആനന്ദവല്ലീശ്വരം എന്ന പേരും കൽപ്പിച്ചു കൊടുത്തു. പിന്നീട് മണ്ണന്തല ദേവീസ്തവം എന്ന 9 പദ്യങ്ങളുള്ള ഒരു ദേവീസ്തോത്രം രചിച്ച് പ്രാർത്ഥന നടത്തുന്നതിനായി ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്തു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം ജന്തുഹിംസ ചെയ്യരുത് അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.